വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. 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 ആനന്ദമാ, 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 ആനന്ദമാ. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മാറ്റപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവത്തോടൊപ്പമായിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് നമ്മളൊരു സാധാരണ വ്യക്തി അല്ല എന്നതാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൽ ബോധമുള്ളവരല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിലല്ല നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് എന്നും എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു എന്ന ബോധ്യത്തിലുമാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ദൈവദിന സത്യത്തിൽ ജീവിക്കുവാനും അതോടൊപ്പം തന്നെ ദൈവിക വാക്തത്വങ്ങളിൽ നമ്മളായിരിക്കുവാനും നമുക്ക് കഴിയും. എന്നാൽ ആ ബോധ്യത്തിലല്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നത് എന്തിനാണെന്ന തിരിച്ചറിവ്, എന്നോടൊപ്പം പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. World has nothing in me. ലോകത്തിന് എന്റെ മേൽ ഒരു അവകാശവുമില്ല. ഒരു സാധാരണ ജീവിതം ജീവിച്ച് മടുത്തു എന്ന് തോന്നുന്നവരോട്, കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി അതിനെ കെട്ടിച്ചു, ജോലിയുമായി അവറ്റ കൊച്ചുങ്ങളെ നോക്കി ഒരു വീടും വെച്ചോ, അങ്ങനെയല്ലെന്നേ ഇവിടെ ജീവിക്കുന്നെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്ത് ജീവിക്കാൻ ആ ദൈവം എന്നെ വിളിച്ച്. നാളെ നിന്റെയും കല്യാണം കഴിയും, 2 പിള്ളേരും ഉണ്ടാകും. അത് സാധാരണ എല്ലാ പെൺകുട്ടികളും അങ്ങനെ അടി മോളെ. ഞാൻ ഇവളോട് തന്നെ പറഞ്ഞേ, നീയും കല്യാണം കഴിക്കും, 2 കൊച്ചുങ്ങളുണ്ടാവും, കെട്ടിയവന് വേണ്ടി ജീവിക്കും. നോ, യു ആർ സെപ്പറേറ്റഡ്. കോൾ ടു ദ കിങ് ഓഫ് കിങ്. രാജാതി രാജാവായി ജീവിക്കുക. കോൾ ഫ്രം ദ കിങ് ഓഫ് കിങ്. രാജാതി രാജാവിൽ നിന്നാണ് അവളി വന്നത്. And what a beautiful calling upon me. എത്ര മനോഹരമായ വിളിയാണ് എൻ്റെ മേലുള്ളത്. That's why God separate me in this world through His Spirit. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ആത്മാവിനെ നൽകി ലോകത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഇടയായത്. Say to yourself, നിന്നോട് I refuse to live an ordinary life. ഞാൻ സാധാരണ ജീവിതം ജീവിക്കുന്നതിനെ ഞാൻ നിരാകരിക്കുന്നു. Come on.
I refuse to live an ordinary life. ഞാനൊരു സാധാരണ ജീവിതം ജീവിക്കാൻ ഞാൻ നിരാകരിക്കുന്നു. I want to live like a royal priesthood. ഞാൻ ഒരു രാജകീയ പുരോഹിതനെ പോലെ എനിക്ക് ജീവിക്കണം. നിങ്ങൾ ജോലിക്ക് പോയിക്കോ, കല്യാണം കഴിച്ചോ, പിള്ളേരുണ്ടായിക്കോട്ടെ, ഇറ്റ്സ് ഓൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതല്ല നിങ്ങളുടെ വിളി, അതല്ല നിങ്ങളുടെ വിളി. സിന്ധുക്ക രണ്ടെണ്ണത്തിനെ കെട്ടിച്ചു. എന്താ ജയമാർ സാർ ഓടിരിപ്പുണ്ട്. സിന്ധുക്ക അതിനല്ല അഭിഷേകം എനിക്ക് വേണ്ടി എൻ്റെ മേൽ വന്നത്. അടുക്കളയിൽ ജോലി ചെയ്തിട്ട് അവസാനിപ്പിക്കാനല്ല നമ്മുടെ ജീവിതം. സങ്കടത്തോടെ പറയുക, നമ്മുടെ മേൽ അഭിഷേകം വന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനാ, സാധാരണക്കാരെ പോലെ ചെയ്യാനല്ല. സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ഈ അഭിഷേകം വേണ്ട. If you live like an ordinary person, forward the valuable Holy Spirit upon you. നീ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും വിലയേറിയ അഭിഷേകം പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ അകത്തായിരിക്കുന്നത്? Such a valuable God's inside of God. I'm so precious and valuable. That's why He separate me. But we don't know we are so precious and valuable. ദൈവം അത്രയും വിലയേറിയതായി എന്നെ കണ്ടതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം എന്നെ വേർതിരിക്കാൻ ഇടയായത്. പക്ഷേ ഞാൻ അതിനെ ഒരു വിലയായി കാണുന്നില്ല. Look at the Old Testament. നീ പഴയ നിയമത്തിലേക്ക് നോക്കിയാട്ടെ. God takes some measure of the anointing from Moses and give to 70 elders. ഈ ദൈവം മോശയിൽ നിന്ന് ഒരു ഭാഗം അഭിഷേകം എടുത്ത് 70 പേരിലേക്ക് അത് പകരുവാനിടയായി. They are appointed as elders. അവരെ ഒരു among nearly 2 million people. 20 ലക്ഷത്തിലോളം ആൾക്കാരുടെ നേതാവായി അവരെ ആക്കി വെക്കുവാനിടയായി. So that means among the 2 million, these 70 are different. എന്ന് വെച്ചാൽ ആ 20 ലക്ഷത്തിൽ നിന്ന് ഈ 70 പേർ വ്യത്യസ്തരായിരുന്നു. They receive the sum of the anointing from Moses, but I receive the fullness of God from Holy Spirit. ആ 70 പേര് മോശയുടെ ഒരു ഭാഗം അഭിഷേകം മാത്രമാണ് സ്വീകരിക്കാനിടയായത്. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. Means God Himself decided to make you a unique vessel. That's why the Holy Spirit. ദൈവം തന്നെ നിന്നെ പ്രത്യേകതയുള്ള പാത്രമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ആണ് ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനെ പകരുവാനിടയായത്. Say yourself, I am a unique vessel. പറഞ്ഞാട്ടെ, ഞാൻ പ്രത്യേകതയുള്ള വ്യക്തിയാണ്, പാത്രമാണ്. I am a special vessel. ഞാൻ ഒരു പ്രത്യേകതയുള്ള പാത്രമാണ്. I am a royal priesthood. ഞാൻ ഒരു രാജകീയ പുരോഹിതനാണ്. I am a royal priesthood. ഞാൻ ഒരു രാജകീയ പുരോഹിതനാണ്. I am a royal priesthood. ഞാൻ ഒരു രാജകീയ പുരോഹിതനാണ്. God's own possession. ദൈവത്തിന്റെ സ്വന്തം ജനം. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. God's own possession. ദൈവത്തിന്റെ സ്വന്തം ജനം. God's own purchased. ദൈവം വില കൊടുത്തു വാങ്ങിയത്. God's own purchased. ദൈവം വില കൊടുത്തു വാങ്ങിയത്. Say to your neighbor, I am God's own possession. ദൈവത്തിന്റെ സ്വന്തം ജനം. I am God's own possession. ദൈവത്തിന്റെ സ്വന്തം ജനം. Come on church, give a praise offering to the Lord. പറഞ്ഞാട്ടെ, ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. Say to your neighbor, you are a chosen generation. നീ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. Not only that, we are the joint heirs of God. ദൈവത്തിന്റെ കൂട്ടവകാശികളാണ് ഞാൻ. Not only that, we are the peculiar treasure. ഞാൻ ദൈവത്തിന്റെ നിധിയാണ്. Such a valuable person you are. Do you know? ഞാൻ അത്രയും വിലപ്പെട്ട വ്യക്തിയാണ് നീ എന്ന് നിനക്കറിയാമോ? You are the peculiar treasure for Him. നിനക്ക് ദൈവത്തിന് അത്രയും വിലയേറിയ നിധിയാണ് നീ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പാത്രങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ അതിഥികൾ വരുമ്പോ കൊടുക്കാൻ? നിങ്ങൾ ഏതെങ്കിലും സാരി മാറ്റി വെച്ചിട്ടുണ്ടോ പ്രത്യേക ഫംഗ്ഷന് വേണ്ടി മാറ്റാൻ? നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നെക്ലസ് ഉണ്ടോ ഏതെങ്കിലും നല്ല കല്യാണത്തിന് പോകുമ്പോ ഇടാൻ? അതിനെയാണ് നമ്മൾ പറയുന്നത് പെക്യൂലിയർ ട്രഷർ, വ്യത്യസ്തമായി മാറ്റി വെച്ചിട്ടുള്ള സമ്പത്ത് അല്ലെങ്കിൽ നിധി.
എന്ന് പറഞ്ഞ് മറ്റാർക്കും മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല നീ. മറ്റാർക്കോ അയ്യോ, what a valuable person you are. അത്ര വിലയേറിയ വ്യക്തിയാണ് നീ. For God you are a peculiar treasure. ദൈവത്തിന് നീ വിലയേറിയ ഒരു നിധിയാണ്. His own heritage. അവന്റെ സ്വന്തം അവകാശമാണ്. His own heritage. അവന്റെ സ്വന്തം അവകാശമാണ്. Do you know you are his own heritage? നിനക്കറിയാമോ നീ അവന്റെ സ്വന്തം അവകാശമാണെന്ന്? How the world can catch you? എങ്ങനെ ലോകത്തിന് നിന്നെ തൊടുവാനായി സാധിക്കും? How the world can fetch you out? എനിക്ക് എങ്ങനെ ലോകത്തിന് നിന്നെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായി സാധിക്കും? Impossible. ഒരിക്കലും How സാധ്യമല്ല. the world, the crisis can touch you? ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ നിന്നെ തൊടുവാനായി സാധിക്കും? Because you are the heritage of God. കാരണം നീ ദൈവത്തിന്റെ അവകാശമാണ്. If you are saying you are the heritage of God, നീ പറയുകയാണ് നീ ദൈവത്തിന്റെ അവകാശമാണെന്ന്, you have a heritage in him also. നിനക്ക് അവനിൽ ഒരു അവകാശമുണ്ട്. That is a Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. ഒന്ന് കൈയടിക്കേ. എന്തെങ്കിലും കുഴപ്പം വരുമോ? Are you ready to rededicate your life to today? നിന്റെ ജീവിതത്തെ വീണ്ടും ഒന്ന് പുനർസമർപ്പണത്തിന് ഏൽപ്പിക്കാമോ? Are you ready to rededicate? Do you know how valuable you are through the Holy Spirit? പരിശുദ്ധാത്മാവിലൂടെ നിന്നെ എത്ര വിലയേറിയതാണെന്ന് നിനക്കറിയാമോ? We are living an ordinary life. തിന്നും കുടിച്ചും കെട്ടിയും കല്യാണം കഴിച്ചും പിള്ളേരുണ്ടാക്കിയും പിള്ളേരെ കെട്ടിച്ചും വീട് വെച്ചും കാർ മേടിച്ചും അതൊക്കെ ആവശ്യമാണേ. ആരെ വേണ്ടെന്ന് പറഞ്ഞേ? പക്ഷെ അതിനേക്ക് എല്ലാം ആവശ്യം കർത്താവിന് വേണ്ടി വ്യത്യസ്തരാകുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. I am a chosen generation. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. I am a chosen. I am a chosen. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാവോ നിങ്ങൾക്ക്? 100 എണ്ണ 20 ലക്ഷം പേരിൽ 70 പേരെയാ തെരഞ്ഞെടുത്തേ. അവര് മാത്രമാണ് മലമുകൾ. They went up to the hill and the mountain and the sea, the blue, the quietness of the blue. It is written like that. നീലത്തിന്റെ സ്വസ്ഥത അനുഭവിച്ചെന്ന് എന്ന് പറഞ്ഞ ദൈവം വസിക്കുന്നിടത്ത് നീല രത്നങ്ങളുണ്ടെന്നും ആ രത്നങ്ങളുടെ നടുവിലെ സ്വസ്ഥത അവർ അനുഭവിച്ചെന്നും അത് വിശദീകരിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ്. എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കയറി ചെല്ലാകുന്നൊരു സ്ഥലത്തേക്ക് അവരെ കയറി ചെന്നെന്ന്. ഏത് അനോയിന്റിങ്ങുമായിട്ട്? ഒരു പോർഷൻ മോശയുടെ കിട്ടിയതുമായിട്ട്. നഥനയേലിനോട് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ അനേകർ കയറുകയും ഇറങ്ങുകയും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. യാക്കോബ് കണ്ട ഗേവിണിയല്ല, ഞാൻ കാണുന്ന ഗേവിണിയാണ് വലുത്. Are you ready? എത്ര പേർക്ക് പറയാം എനിക്കിനി ഒരു സാധാരണ ജീവിതം വേണ്ട? എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. പറഞ്ഞേ, എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. പറ, ഉറക്കെ പറ. എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. എന്തെങ്കിലും മറ്റാരും ചെയ്യാത്തത് ഞാൻ ഇനി മുതൽ ചെയ്യും. I want to do something different. എനിക്ക് വ്യത്യസ്തമായ ചിലത് എനിക്ക് ചെയ്യണം. Because I am anointed. കാരണം ഞാൻ അഭിഷക്തനാണ്. പ്രിയ സിസ്റ്ററെ, കച്ചവടം ചെയ്തും മാലയും വിറ്റും എസ്റ്റേറ്റ് വാങ്ങിയും അതൊക്കെ നല്ലതാ. But you are called for a great purpose of God. റോജയുടെ അനിയത്തിയുടെ പേരെന്തോടി? ജോസ്ന. അവൾ ഇനി കാനഡയിൽ പോകാൻ വേണ്ടി നിൽക്കുക. എല്ലാവരും സാധാരണ ജീവിതം നടത്തുന്നേ. ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചതെന്നാന്നറിയോ?
എവിടെ വേണമെങ്കിൽ പോയി പഠിച്ചോ, വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ലതാ. പക്ഷേ സാധാരണക്കാരെ പോലെ ജീവിക്കല്ലേ. താങ്ക് ഗോഡ്, ഐ പ്രൗഡ് ഓഫ് ഹർ. ഷീ ഈസ് നോട്ട് ലേയിങ് ലൈക്ക് ദാറ്റ്. നോ, yesterday while I was traveling from airport to my home, I'm sharing a great truth what God revealed to me last 2 days before. ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ദൈവം എന്നോട് 2 ദിവസം മുമ്പ് പറഞ്ഞ ഒരു ആത്മീയ സത്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. Truth God revealed about the word of God. ദൈവവചനത്തിൽ നിന്ന് ഒരു വലിയ സത്യം ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. While I was here, I am excited to share to my wife and daughter. ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവിക We are സത്യം മനസ്സിലാക്കുമ്പോൾ we are going to my home. ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് So I'm started to share. ഞാൻ അവരോട് പറയാനായി തുടങ്ങി. I am really happy what she done. അവൾ ചെയ്ത കാര്യത്തെ ഓർത്ത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. She stopped me. Papa, just give me a minute. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ ഒരു നിമിഷം നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞു. I want to write it down. എനിക്കത് എഴുതണം. Because it is precious. അത് വിലയേറിയതായതുകൊണ്ട് എനിക്ക് എഴുതിയെടുക്കണം. In my heart, because of I'm a man of God, I love her like a man of God. Not only that, I'm his father. ഞാൻ ദൈവ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് എന്നെ ആ രീതിയിൽ അവൾ സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ അവളുടെ പിതാവും കൂടെയാണ്. I really think this is going to work for her. എനിക്ക് അപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇത് അവളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായി പോകുന്നു എന്ന്. Do you think I'm sharing something today? നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചതെന്ന്? Thoughts changes my whole understanding. ഈ ചിന്തകൾ എൻ്റെ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തിരുത്തപ്പെടുവാനിടയായതാണ്. I am separated. ഞാൻ വേർതിരിയപ്പെട്ടു. I am valuable, that's why he is separated. ഞാൻ വിലയേറിയതായിരിക്കുന്നത് കൊണ്ടാണ് അവൻ എന്നെ വേർതിരിക്കുവാനിടയായത്. A special plan. അതൊരു special purpose. പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ട്. When I grasped it, when I understood it, I tell you, brother, my thought pattern started to change. Receive new word. ഞാൻ എപ്പോഴാണോ അത് മനസ്സിലാക്കാനിടയായത്, എൻ്റെ ചിന്താഗതികളുടെ രീതികൾ പൂർണ്ണമായി മാറുവാനിടയായി. എന്നെ ഒരു പുതിയ ലോകത്തിലേക്ക് അത് കൊണ്ടുപോയി. Now I live in a new dimension of faith. ഞാൻ വിശ്വാസത്തിന്റെ വേറൊരു നിലവാരത്തിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. I am getting to a new dimension of the spiritual realm. ഞാൻ ആത്മീയ മണ്ഡലത്തിന്റെ വേറൊരു നിലവാരത്തിലാണ്, വേറൊരു രീതിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. Because these truths make me to reach out that place. കാരണം ഈ സത്യം എന്നെ ആ അവസ്ഥയിലേക്ക്, ആ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാനിടയായി. God spoke to me, I place you there. You can enjoy. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്, നീ അതിൽ സന്തോഷിക്കുക. Thank you for your enthusiasm. ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തിന്റെ ശരിയായ സത്യത്തിലും വിശ്വാസത്തിലുമാണ് ആയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ലക്ഷ്യത്തിലെത്തും. എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നത്? നമ്മുടെ ലൈഫിൽ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക അനുഭവങ്ങളിൽ ജീവിക്കുവാനായി കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ ആയിരിക്കാം, ആ അനുഭവങ്ങളിൽ നമുക്കായിരിക്കാം. എല്ലാവിധമായ ആത്മീയ നന്മയിലും കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. രണ്ട് അത്ഭുത സാക്ഷികളാണ് ഈ സിസ്റ്റർ വന്നിരിക്കുന്നത്. 2 അത്ഭുത സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. സന്തോഷമുള്ള കാര്യം എന്നാണ് പേര്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 2010 ചിക്കൻ ഗുണിയ വന്നതിന് പ്രതി 2010 ജോയിൻസ് പെയിൻ ഉണ്ടായിരുന്നു. എല്ലാം ശരീരം മൊത്തം പെയിൻ ആയിരുന്നു. പിന്നെ കയ്യും കാലും എല്ലാം കുഴച്ചിലായിരുന്നു. കാലിന് ബലക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. 2010 കൊറോണ ഇത് ചിക്കൻ ഗുനിയ വന്നതിനെ തുടർന്നുണ്ടായ അസുഖമാണ്. ഇത് 2024 ആയി. 14 കൊല്ലം. കഴിഞ്ഞ മാസം പബ്ലിക് മീറ്റിംഗില് ബ്രദർ ഇതുപോലെ വിളിച്ചിട്ടായിരുന്നു. കാല് ബലക്കുറവുള്ളവരും കാലിന് ശക്തി ഇല്ലാത്തവരെല്ലാം മുന്നോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോ സിസ്റ്റർ വിശ്വസ്തോട് കൂടിയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു. ബ്രദർ പ്രാർത്ഥിച്ച ആ ദിവസം മുതൽ തന്നെ പൂർണ്ണ സൗഖ്യം എന്നാണെന്ന് പറയുന്നത്. കൈയൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ആത്മാവേ
നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി. ആ കൈകളടിച്ചേ. ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി. അത് എന്ന് പറഞ്ഞ 14 കൊല്ലമായിട്ട് കാലിന് തളർച്ചയും പ്രയാസമായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി. ഓക്കെ ചേച്ചി പറഞ്ഞു ശരിയാണോ? 14 കൊല്ലമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കാലിന്റെ പാദത്തിന് ഒരു ബലമില്ല. പിന്നെ കൈയൊക്കെ എഴുന്നേക്കുമ്പോ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ തിരുമ്മി ചൂടാക്കിയിട്ട് വേണം നമുക്ക് പണിയൊക്കെ ചെയ്യാൻ. എന്ന് രാവിലെ എഴുന്നേക്കുമ്പോ കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ, വിരല് മടങ്ങാൻ ബുദ്ധിമുട്ടാ, വേദന. അപ്പൊ അതിങ്ങനെ തിരുമ്മി ചൂടാക്കിയ ശേഷം പണിയെടുത്ത് തുടങ്ങിയാൽ പിന്നെ ശരിയാവും. ഓക്കെ എന്ന് പറഞ്ഞ കാലില് കൈയും കാലും ഒക്കെ സ്റ്റിഫ് ആയിരിക്കുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മാസം മുതൽ അങ്ങനെ ഒന്നുമില്ല, പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഇപ്പൊ ചൂടാക്കണില്ല. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ ഉഷ്ണാവുമ്പോ ഞാൻ 2-3 ദിവസം പച്ചവെള്ളത്തിൽ കുളിക്കും. അപ്പൊ കാല് നീര് വന്ന പോലെയുള്ള വേദന വരിക. ഓക്കെ ഈ കൈ തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രയാസം വരും. ഓക്കെ അപ്പൊ ഇപ്പൊ 1 മാസം കഴിഞ്ഞു ഞാൻ പച്ചവെള്ളത്തിൽ ഈ മഴയത്ത് ഇന്ന് വരെ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അത് സന്തോഷമുള്ള കാര്യമാണ്. ആമേൻ. മഴക്കാലത്ത് തണുത്ത വെള്ളത്തിൽ കുടിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്, എനിക്ക് പോലും പ്രയാസമാണ്. പക്ഷേ ഈ ചേച്ചി തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഒരു സന്തോഷത്തുള്ള കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ സാക്ഷ്യം ബ്രദറെ, 2021 കൊറോണ വന്നത് പ്രതി ആൾക്ക് ചെവിയുടെ ഇടയായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ചെവിയുടെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ഓക്കെ അത് വലുതായി 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 മാങ്ങയുടെ പരുവത്തിൽ വലിപ്പുണ്ടായിരുന്നു. മാങ്ങയുടെ വലിപ്പുണ്ടായിരുന്നു. ഓക്കെ എന്നിട്ട് തൃശ്ശൂർ ചർച്ചിൽ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായും സൗഖ്യമായി എന്നാണ് പറയുന്നത്. ചേച്ചി കണ്ണിമാങ്ങയല്ലോ, അല്ല വലിയ മാങ്ങ. ഇവിടെ നീര് പോലെ ഇങ്ങനെ വന്നു. അതൊരു 3 മാസം വളർന്നു ഒരു മാങ്ങയുടെ വലിപ്പം. ഉള്ളിലേക്കും അത്രയ്ക്ക് ഉണ്ട്, ഇങ്ങനെ പിടിക്കാം. ചേച്ചി ഇത് കണ്ണിമാങ്ങ നാട്ടുമാങ്ങയൊന്നും അല്ല, വലിയ മാങ്ങ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒന്നും കൂടെ ചുണയായിട്ട് ആമേൻ പറഞ്ഞേ. അതൊരു വലിയ കാര്യമാണ് അവര് പറയുന്നത്. ചേച്ചിയുടെ കയ്യിൽ ആ വലിപ്പം ഉണ്ടായിരുന്നു മുഖത്ത്. ഞാൻ ചോദിക്കുന്ന ആ മുഴ പോലെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യില്? ഫോട്ടോ ഇല്ല. ഞാൻ ഇങ്ങനെ പിടിക്കും, നല്ല വേദനയുണ്ട്. ഇങ്ങനെ പിടിക്കും, തടവൊക്കെ ചെയ്യും. ഞാൻ ചർച്ച ചേച്ചിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അതും സാധനമില്ല. ഇവിടെ ഒരു സഞ്ചി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് പോയപ്പോ ഇവിടെ സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചിയും പോയി. സാക്ഷ്യത്തിനകത്തൊരു ജെനുവിനാലിറ്റി ഉണ്ട്. അവര് പറഞ്ഞു കേട്ടോ, ആ മുഴ പോയപ്പോ അവിടെ ഒരു സഞ്ചി പോലെയായി. എന്നാൽ ഇപ്പൊ ആ സഞ്ചി പോലുള്ളതും കൂടെ പോയി കിട്ടി. ആമേൻ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു നല്ല ഇന്ന് പകൽ നിങ്ങൾ എത്ര പേര് എക്സ്പെക്ട് ചെയ്യുന്നു വലിയ കാര്യങ്ങൾ എന്റെ ദൈവം ചെയ്യാൻ പോവാന്ന്? ആ കൈകളൊന്ന് അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. ദൈവിക അനുഭവങ്ങളിലായിരിക്കുവാൻ കഴിയുന്നത് അതൊരു ഭാഗ്യമുള്ള അവസ്ഥയാണ്. കാരണം ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ലോകത്തിൽ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പലരും ദൈവമില്ല എന്ന് പറയുന്നു. കാരണം ഒരുപക്ഷെ അവർ അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല എന്നതായിരിക്കാം, അറിയത്തില്ല. പക്ഷേ ദൈവജനത്തെ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവനെ കണ്ടെത്താൻ കഴിയുമെന്ന്. അവർ എന്തുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് അവർക്ക് അനുഭവമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവിക അനുഭവത്തോടെ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച ആ ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിക്കുവാൻ കഴിഞ്ഞത് കർത്താവ് നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അതുകൊണ്ട് ഈ ഓരോ സാക്ഷ്യങ്ങളും കേട്ട നമ്മളിൽ ചലിക്കേണ്ടത് ക്രിസ്തു ജീവിക്കുന്നു എന്ന ഉറപ്പുള്ള ബോധ്യമാണ്. അതിൽ നിങ്ങളെ കർത്താവ് അനുഭവങ്ങളിൽ വർദ്ധിപ്പിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ, ചില സാഹചര്യങ്ങൾ ചോദ്യചിഹ്നമായിട്ട് ചിലരുടെ മുൻപിൽ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ അവർ കർത്താവിൻ്റെ വലിയ മഹത്വം അനുഭവിക്കട്ടെ അപ്പാ, വലിയ മഹത്വം അനുഭവിക്കട്ടെ അപ്പാ. അപ്പോൾ അവിടുത്തെ കൃപ അവരെ നടത്തുന്നത് അനുഭവിക്കട്ടെ. അവിടുത്തെ ശ്രേഷ്ഠതയിൽ അവർ ആയിരിക്കുന്നത് അനുഭവിക്കട്ടെ അപ്പാ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, ഒരു മരണം നടന്നതിനെ തുടർന്ന് ആ വീട് ഒത്തിരി പിന്മാറ്റത്തിലേക്ക് പോയി. അവരുടെ ഉള്ളിലെല്ലാം പരസ്പരം പങ്കുവെക്കുവാൻ കഴിയാത്തതുപോലെ ചില വേദനകൾ തങ്ങി നിൽക്കുന്നത് കാണാം.
ചില ചോദ്യങ്ങൾ അവരുടെ മുൻപിലുള്ളത് കാണാം. ആമേൻ. കർത്താവേ, ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വം ആ വീട്ടിൽ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. അവർ ഇടിഞ്ഞു പോയെടുത്ത് കർത്താവിനെ അനുഭവിക്കട്ടെ. അവർ ഇടിഞ്ഞു പോയെടുത്ത് കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അവരുടെ വേദനയുടെ അനുഭവങ്ങളിൽ കർത്താവേ, അങ്ങ് അവർക്ക് ആശ്വാസമായിരിക്കുന്നവർക്ക് നന്ദി പറയുന്നു. കാണത്തക്ക വിധത്തിൽ ചില ശ്രേഷ്ഠത ആ വീട്ടിൽ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ റൈറ്റ് ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണാം. ആ വ്യക്തിക്ക് എപ്പോഴും ചെവിക്ക് വേദന, പ്രത്യേകിച്ച് കുളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തണുപ്പടിച്ചാലോ എല്ലാം ആ ചെവിക്ക് പ്രയാസമാണ്, വളരെ വേദന തോന്നും. പക്ഷേ ഒത്തിരി മെഡിസിൻ ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും തനിക്കൊരു മാറ്റമില്ല. ആ ചെവിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പക്ഷേ തനിക്ക് ഏത് സമയവും ആ ചെവിയിൽ പ്രയാസമാണ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. ആ ചെവിയിലെ വേദന ഇപ്പോൾ മാറിപ്പോകട്ടെ. അതെന്നേക്കുമായി സൗഖ്യമാകട്ടെ. അതിനി ആ വ്യക്തിയെ തുടരുത് കർത്താവേ. ആ രോഗം ഇനി ആ വ്യക്തിയെ തുടരുത്. ആ വേദന നാളുകളായിട്ട് ആ പ്രയാസമുള്ളത് അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പ. ചിലരുടെ കുടലുകളെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവെ, ആ കുടലുകളിലായിരിക്കുന്ന ദഹനത്തിൻ്റെ പ്രശ്നം കർത്താവെ, അതുപോലെ എല്ലാ ഫങ്ഷൻസും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പ. പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പ. കർത്താവെ, മോഷൻ പോകാനുള്ള പ്രയാസം കർത്താവെ, അതേപോലെയുള്ള കർത്താവെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ അസിഡിറ്റി മാറിപ്പോകട്ടെ അപ്പ. കർത്താവെ, വയറ്റിലുണ്ടാകുന്ന അപ്പ പെരുകിയിരിക്കുന്ന അനുഭവം മാറട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, എന്നോടൊപ്പം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെന്താണോ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പ. സൗഖ്യമാകട്ടെ അപ്പ. എനിക്കൊരു വ്യക്തിയുടെ ശരീരത്തിൽ കരിനീലിച്ച് കിടക്കുന്നത് കാണാം. നമ്മളെവിടെയെങ്കിലും തട്ടിയാൽ കരിനീലിക്കുന്നത് പോലെ ആ ഞരമ്പുകളിലായിരിക്കുന്ന പ്രയാസം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വലിയ അത്ഭുതമുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോ ദിവസവുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.